സ്തോത്രം. മനോഹരമായ നല്ല രാത്രിക്കായി നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് റിജോയ്സ് സഭയുടെ പാസ്റ്റർ, പ്രിയ സണ്ണി പാസ്റ്റർ കുടുംബം, അതുപോലെ ഇന്ന് രാത്രി സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സന്തോഷിച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളൊക്കെ നിങ്ങളോട് ഒരുമിച്ച് സൂമിലായിരിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയും പ്രത്യേകിച്ച് അവസരമൊരുക്കിയ ദൈവദാസനോടും സഭയോടുമുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന് പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിപ്പാൻ ഇടയായി തീർന്നല്ലോ. ഒരു പ്രാർത്ഥനാ വിഷയം പറയുന്നു. പഞ്ചാബിലെ വർക്കുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഒക്ടോബർ മാസം 4, 5, 6, 7, 8 തീയതികൾ അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അവിടെയുള്ള മീറ്റിങ്ങിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി തുറന്ന് അല്പസമയം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിച്ച് സഹായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 10-ാം വാക്യം. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ആമേൻ. മതി. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശുക്രിസ്തു ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവിടെ ശതാധിപന് പ്രിയനായിരിക്കുന്ന ഒരു ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടു. ഈ ശതാധിപൻ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദാസന്മാരുണ്ട്. പക്ഷെ ഈ ദാസൻ മരിച്ചാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. പക്ഷെ ഈ ദാസൻ മരിക്കരുത്, ജീവിക്കണമെന്ന് ശതാധിപൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ശതാധിപന് പ്രിയനായിരിക്കുന്ന ദാസൻ. ഈ ദാസൻ ശതാധിപൻ ആരാണ്? പ്രിയനാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ ലോകത്തിലെ ഒരു ശതാധിപന് തന്റെ ദാസന് ഇത്രയും പ്രിയമുണ്ടെങ്കിൽ, താൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് ഞാനും നിങ്ങളും പ്രിയരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എത്രയോ ശ്രേഷ്ഠകരമായി യേശു നമുക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ടിടയായി തീരും. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രിയൻ എന്ന് ദൈവം അംഗീകരിച്ച ഒരുപാട് വ്യക്തികൾ വേദപുസ്തകത്തിലുണ്ട്. ദാനിയേലിനെ കുറിച്ച് ഇനി റെഫറൻസ് എല്ലാം ഞാൻ പറഞ്ഞു പോകാം. ദാനിയേലിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 9:23 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പറഞ്ഞു പോകാം. സ്വർഗത്തിലെ ദൂതൻ വന്നിട്ട് ദാനിയേലിനോട് പറഞ്ഞു, നീ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയനാകയാ. അപ്പൊ ദാനിയേല് സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയനാകുവാൻ കാരണം തന്റെ ജീവിതം കൊണ്ട് താൻ അത് തെളിയിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന മേഖല അവന്റെ ജീവിതമാണ്. അവന്റെ ജീവിതം ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്ന ദൈവം നോക്കുന്നത്. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം കൊണ്ട് തെളിയിച്ചു എന്ന് പറയുമ്പോൾ, താൻ ചെന്ന് ചേർന്ന രാജ്യത്ത്, പ്രവാസത്തിൽ ചെന്ന് ചേരുന്ന താമസിക്കുന്ന രാജ്യത്തിൽ തന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന യാതൊന്നിലും താൻ ഇടപെടാനിടയായി തീർന്നില്ല. താൻ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, 1:8 ഇങ്ങനെയാണ് വായിക്കുന്നത്: രാജാവ് കുടിക്കുന്ന ഭോജനം കൊണ്ടോ രാജാവ് കഴിക്കുന്ന ആഹാരം കൊണ്ടോ തന്നെത്താൻ അശുദ്ധനാകരുത് എന്ന് താൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തു. തന്റെ തീരുമാനം ഇതായിരുന്നു: തന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ദൈവികമായിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് തന്നെ അകറ്റിക്കളയുന്ന യാതൊരു കാര്യത്തിലും ഇടപെടാൻ ഇടയാകല്ലേ എന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് തന്റെ അകത്ത് തീരുമാനമെടുക്കാനിടയായി തീർന്നു. 2, തന്റെ കൂടെ പ്രാർത്ഥിച്ച രാജാവ് കണ്ട ദർശനം വെളിപ്പെടുവാൻ തന്റെ കൂടെ പ്രാർത്ഥിച്ച തന്റെ സ്നേഹിതർക്കും ഒരു നന്മ ലഭിക്കുന്നതിൽ വളരെ സന്തോഷവാനായിരുന്നു ദാനിയേൽ. നമുക്കറിയാം, ദർശനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാനിയേൽ സ്ഥാനക്കയറ്റം കൊടുത്തു. പക്ഷെ ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, എന്റെ കൂടെ പ്രാർത്ഥിച്ച എന്റെ സ്നേഹിതന്മാരുണ്ട്. 3-ാമത്തെ തന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, പ്രതികൂലമായ സാഹചര്യങ്ങളിലും മുമ്പേ ചെയ്തു വരുന്നത് പോലെ താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. 4, ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യൻ പോലും വിരലി ചൂണ്ടുവാൻ കഴിയാത്ത നിരവാലങ്ങളിൽ താൻ ജീവിപ്പാനിടയായി തീർന്നു. ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പറയുകയാണ്, ദാനിയേലേ, നീ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയനാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനും നിങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് ആരായിരിക്കുന്നു? സ്വർഗം നമ്മളെ കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താ? എഫീസ്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. നാം ദൈവത്തെ അനുകരിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രിയ മക്കളായി ഇന്ന് രാത്രി ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി നിൽപ്പാനിടയായി തീരണം. നെഹമ്യാവിനെ കുറിച്ച്, അതെ, ശലോമോനെ കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ പറഞ്ഞു,
ശലോമോൻ ദൈവത്തിന് ഏറ്റവും പ്രിയനാകയാലാണ് താൻ അവനെ രാജാവാക്കിയത്. പക്ഷെ അവനും പിന്നീട് തെറ്റിപ്പോയി എന്ന് വചനത്തിൽ വായിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ശലോമോൻ ദൈവത്തിന് പ്രിയനായിരുന്നു, ദൈവത്തിന് വേണ്ടി നിന്നു. പക്ഷെ അവസാന നാളുകളിൽ തെറ്റിപ്പോയി. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനും നിങ്ങളും ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി പ്രിയരായി നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെ ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയരായി നിൽപ്പാനായിട്ടിടയായി തീരണം. പക്ഷേ ശലോമോനെ കുറിച്ച് നെഹമ്യാവിൽ എഴുതി, ശലോമോന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ദൈവിക ബന്ധത്തിൽ നിന്ന് താൻ അകന്നു പോകുവാനായിട്ടിടയായി തീർന്നു. അതുപോലെ നമുക്കറിയാം, ലാസറിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നു. സഹോദരിമാർ ആളയിക്കുമ്പോൾ, ലാസർ സുഖമില്ലാതെ കിടക്കുമ്പോൾ ആളയിച്ച യേശുവിനോട് പറയുന്നു, നിനക്ക് പ്രിയനായവൻ രോഗമായി കിടക്കുന്നു. അപ്പൊ പ്രിയനായാലും രോഗവും ക്ലേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ കർത്താവ് പറഞ്ഞു, ആ രോഗം എന്റെ നാമം അവിടെ മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാനും നിങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് പ്രിയന്മാരായി ജീവിക്കണമെന്നുള്ളതാണ് ഇന്ന് രാത്രി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യാക്കോബ് ബെന്യാമീനെ കുറിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, അവൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രിയനാണ്, അവൻ എനിക്ക് പ്രിയനാണ്. തൽസന്നതിയിൽ നിർഭയം ഭയമില്ലാതവൻ വസിപ്പാനിടയായിത്തീരും, അവന്റെ ഗിരികളുടെ മധ്യേ ഞാനുണ്ട്. ഇന്ന് രാത്രി സ്വർഗം നമ്മളെ കുറിച്ച് പ്രിയൻ എന്ന കാര്യം പറയുവാനിടയാകട്ടെ. ഇവിടെ ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം ഈ ദാസൻ പ്രിയനാണ്. താൻ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി കാണും. താൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു. കാരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ദാസനാണ് അവിടെ. അതുകൊണ്ട് ആ പദപ്രയോഗം പറയുന്നു, അവൻ എനിക്ക് പ്രിയനാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളും അടഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് വഴി അവൻ യേശുവിലേക്ക് വരികയാണ്. യേശുവിന്റെ വസ്തുത കേട്ടു. എന്താണ് യേശുവിന്റെ വസ്തുത കേട്ടത്? യേശു വിടിവിക്കുന്ന ദൈവമാ, യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാ, നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ദൈവമാ. ആ വസ്തുത ആര് കേൾക്കുകയാണ്? ഈ ശതാധിപൻ കേൾക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, യേശുവിന്റെ വസ്തുത കേട്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ജീവിതത്തിൽ നിരാശരായി പോയിട്ടില്ല. ശതാധിപൻ വിശ്വസിക്കുന്നു യേശുവിനെ രക്ഷിപ്പാൻ കഴിയും. ഇന്ന് രാത്രി ദൈവമക്കളെ, ലോകത്തിൽ രക്ഷയ്ക്കുള്ള ഒരുപാട് വഴികൾ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ രക്ഷയ്ക്കുള്ള ഏക വഴി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ഒരു രക്ഷിതാവല്ല യേശു. വചനം പറയുന്നു, ഏക രക്ഷിതാവ് യേശുവാ. ഹല്ലേലൂയ. ഇദ്ദേഹം പല സ്ഥലങ്ങളിലും പല ഹോസ്പിറ്റലുകളിലും പല മത നേതാക്കന്മാരെ എടുത്തുമൊക്കെ കൊണ്ടുപോയി കാണും. അവിടെയൊന്നും സൗഖ്യം പ്രാപിക്കാതിരിക്കുമ്പോൾ താൻ യേശുവിന്റെ വസ്തുത കേൾക്കുകയാണ്. യേശു വിടിവിക്കുന്ന ദൈവമാണ്, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശുവിന്റെ വസ്തുത കേട്ട് വന്നവരെല്ലാം വിടിവിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, യേശു യെരിഹോവിൽ പോയി കടന്നു വരുമ്പോൾ അതേ ഒരു കുരുടൻ അവിടെ ഹല്ലേലൂയ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടം കടന്നു പോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ്? ഉടനെ പറഞ്ഞു, യേശുവാണെന്ന് പറഞ്ഞു. യേശുവാണെന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ച് നേരത്തെ വസ്തുത കേട്ടിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അവൻ നിലവിളിച്ചത്, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ ആ സമൂഹത്തിലുള്ളവരെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശു വിടിവിക്കുന്ന ദൈവമാണ്, യേശു സകല വിഷയത്തിനും പരിഹാരം തരാൻ കഴിയുന്ന ദൈവമാണെന്ന് അവർ കേട്ടിട്ടുണ്ട്. അവരുടെ സാഹചര്യങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോൾ പ്രത്യേകമായ സൗഖ്യവും വിടുതലും യേശുവിൽ നിന്നവരെല്ലാം പ്രാപിച്ചിട്ടുണ്ട്. ഇവിടെ ശതാധിപൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് യഹൂദ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. യഹൂദൻ മൂപ്പന്മാരെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ എന്റെ ദാസന് സൗഖ്യം വരുത്തുവാൻ നിങ്ങൾ ചെന്ന് യേശുവിനോട് പറയണമെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ചെന്ന് താല്പര്യമായി അപേക്ഷിച്ചു. അതിന്റെ അങ്ങനെ ഒരു പദപ്രയോഗം പറഞ്ഞേ, നമ്മളെ ഒരു വിഷയത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ നിയോഗിക്കുമ്പോൾ ആ വിഷയത്തിനകത്ത് നമുക്കൊരു നല്ല താല്പര്യം ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും അവസരങ്ങൾ തരുമ്പോൾ, ഏതെങ്കിലും കാര്യങ്ങൾ നിയോഗിക്കുമ്പോൾ നമ്മുടെ താല്പര്യം നന്നായിരിക്കണം. നമ്മുടെ താല്പര്യം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അവർ താല്പര്യമായി അപേക്ഷിച്ചെന്ന. അതുകൊണ്ടാണ് ശൂനേംകാരത്തിയോട് എലീശ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ആത്മീക താല്പര്യം എന്താണെന്ന് ദൈവം അറിയുന്നുണ്ട്. ഒരുപക്ഷെ സൂം നടക്കുന്നുണ്ട്, നമ്മൾ കയറിയില്ലെങ്കിൽ പാസ്റ്റ് എന്ത് വിചാരിക്കും എന്ന വിചാരത്താൽ നമ്മൾ ഒരിക്കലും കയറരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനകത്ത്, ദൈവീക വിഷയത്തിനകത്ത് ഇന്നു രാത്രി നമുക്കൊരു താല്പര്യം ഉണ്ടായിരിക്കണം. ഇവിടെ സാധാരണ യഹൂദ മൂപ്പന്മാർ വന്ന് ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത്. അവർ താല്പര്യമായിട്ട് അപേക്ഷിക്കുകയാ. ആ താല്പര്യത്തിന്റെ കാരണം എന്ന് പറയുന്നത് അടുത്ത വാക്യങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ക്വാളിറ്റി വളരെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ള ക്വാളിറ്റി എന്താ പറയുന്നത്? ശതാധിപനെ കുറിച്ച് പറയുന്നത് എന്താ? ഒന്നാമത്തെ ക്വാളിറ്റി, ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണെന്ന് താല്പര്യമായി അപേക്ഷിക്കുമ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവനാണ്.
രണ്ടാമത്തെ കാര്യം, ഈ യഹൂദ മൂപ്പന്മാർ പറഞ്ഞു നമുക്ക് ഒരു പള്ളി അദ്ദേഹം പണിഞ്ഞു തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യം ഉള്ളത് കൊണ്ട് ഈ ശതാധിപൻ പറയുന്ന കാര്യം കേൾക്കണമേ, ശതാധിപന്റെ വിഷയത്തിൽ ഇടപെടണമേ എന്ന് ദൈവത്തോട്, യേശുവിനോട് ഈ യഹൂദ മൂപ്പന്മാർ വന്ന് പറയുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഒരു വ്യക്തി നമുക്ക് വേണ്ടി താല്പര്യത്തോടെ ചിലത് പറയുമ്പോൾ നമ്മളെ കുറിച്ച് ചില ക്വാളിറ്റികൾ പറയാൻ കാണണം. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാളെ കുറിച്ച് നമ്മൾ ഒരാളോട് താല്പര്യമായി പറയുമ്പോൾ അദ്ദേഹം ആള് ശരിയല്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ നമുക്കൊരിക്കലും അദ്ദേഹത്തെ കുറിച്ച് വേറൊരാളെ പരിചയപ്പെടുത്താൻ കഴിയത്തില്ല. ഇപ്പൊ നമ്മളൊരു മെസ്സേജ് പറയാൻ പരിചയപ്പെടുത്തുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ഒരു നല്ല അറിവുണ്ടെങ്കിലേ നമ്മൾ പരിചയപ്പെടുത്തുകയുള്ളൂ. ഇല്ലാതൊരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പരിചയപ്പെടുത്തത്തില്ല. അങ്ങനെ പരിചയപ്പെടുത്തിയാൽ അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകുവാനിടയായി തീരും. നമുക്കറിയാം പലരുടെയും സ്വഭാവം പലതാ. ഈ ശതാധിപന്റെ ദാസന് സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്ന് യഹൂദ മൂപ്പന്മാർ ഇത്രയും താല്പര്യത്തോടെ പറയാൻ കാരണം, അദ്ദേഹം, ഈ ശതാധിപൻ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജനത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. കപട സ്നേഹമല്ല. അദ്ദേഹത്തിന്റെ സ്നേഹം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അദ്ദേഹം നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്ന, ഇവര് പറയുന്നു നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവനാണ്. രണ്ട്, നമുക്ക് ഒറ്റയ്ക്ക് ഒരു പള്ളി പണിഞ്ഞു തന്നവനാണ്. നമുക്കറിയാം ഇനി എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് നമ്മൾ പള്ളി പണിയത്തില്ല. ഞാൻ നാട്ടിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ടത്തെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരുടെ വീടിനോട് ചേർന്ന് വസ്തുക്കളുണ്ടെങ്കിൽ 10 സെന്റ് വസ്തു, 5 സെന്റ് വസ്തു, 20 സെന്റ് വസ്തു ഒക്കെ ചർച്ചിന് അവർ കൊടുക്കുമായിരുന്നു. കാരണം അവർ രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് യേശു എന്ന് പറഞ്ഞാൽ അവർക്ക് ആവേശമായിരുന്നു. അവരുടെ വസ്തു കൊടുക്കാൻ, അവരുടെ സമ്പത്ത് കൊടുക്കുവാൻ, അവരുടെ എന്തും യേശുവിന് വേണ്ടി ചെലവാക്കുവാൻ അവർ തയ്യാറാ. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇന്ന് നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് വീടിന്റെയും ഫ്രണ്ടിൽ ഒരു ചർച്ച് കാണും. അത് ചർച്ച് സൗജന്യമായിട്ട് അവർ വസ്തു കൊടുത്തതാ. യേശു എന്ന് പറഞ്ഞാൽ അവർക്ക് അന്ന് ആവേശമായിരുന്നു. പക്ഷെ തലമുറയുടെ കാലഘട്ടം വന്ന് 4ാം തലമുറയിലേക്ക് വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ അത്യാവശ്യം ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിർബന്ധമാണെങ്കിൽ ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന കാഴ്ചപ്പാട് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഇന്ന് രാത്രി ദൈവിക ബന്ധത്തിൽ ദൈവമക്കളെ നമ്മുടെ കാഴ്ചപ്പാട് മാറാനിടയായി തീരണം. ഇദ്ദേഹം വന്ന് താല്പര്യത്തോടെ അന്വേഷിക്കുക. നമ്മുടെ താല്പര്യമാണ് ദൈവം നോക്കുന്നത്. ശൂന്യകാരത്തോട് പറയുകയാണ്, എലീശ പറയുകയാണ്, നിന്റെ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഇത്ര താല്പര്യത്തോടെ, എന്താ താല്പര്യത്തോടെ? അവിടെ പ്രവാചകന് താമസിക്കുവാൻ വീട് ഉണ്ടാക്കി കൊടുത്തു, റൂം ഉണ്ടാക്കി കൊടുത്തു. അത് മാത്രമല്ല, എല്ലാ പ്രാവശ്യവും അവിടെ കയറുമ്പോൾ ഭക്ഷണം കൊടുക്കുമായിരുന്നു. ദൈവ സേവയിൽ അവൾ എരിവുള്ളവരായി തീർന്നു. അപ്പോൾ അവളുടെ ജീവിതത്തിന്റെ ശൂന്യത ഈ പ്രവാചകന് വെളിപ്പെട്ടു. ഇവൾക്ക് തലമുറയില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യം സ്വർഗം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യത ലോകത്തിൽ ആർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ ശൂന്യത മനസ്സിലാക്കിയിട്ട് നമ്മുടെ താല്പര്യത്തിന് മുമ്പിൽ ഇടപെടുന്നവനാണ് ഇന്നു രാത്രി നമ്മൾ സേവിക്കുന്ന കർത്താവ്. നീണ്ട ദിവസങ്ങൾ ഏലിയാവിന്റെ പിന്നാലെ യാത്ര ചെയ്ത് എലീശയോടും ഏലിയാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടാൻ സമയമായി, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? പല സ്ഥലങ്ങളിലും എലീശ പ്രവാചകനെ ഏലിയാവ് തടഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും എലീശ നിരാശനായി അവിടെ നിന്നില്ല. ഏലിയാവിന്റെ പിന്നാലെ യാത്ര ചെയ്ത് ഏറ്റവും ഒടുവിൽ പോകുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് രാത്രി ഞാൻ നിനക്കെന്താണ് ചെയ്യേണ്ടത്? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ പ്രിയന്മാരായി നിൽക്കുന്ന ദൈവമക്കളെ, നമ്മുടെ താല്പര്യം അറിഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു താല്പര്യമല്ല, യേശുവിനെ അറിഞ്ഞ നമ്മൾ യേശുവിന്റെ കാര്യങ്ങളിൽ ഇന്നു രാത്രി താല്പര്യത്തോടെ ഇന്നു രാത്രി ഞാൻ നിങ്ങൾ നിൽക്കാനായിട്ടിടയായി തീരണം. അവിടെയാണ് നമ്മുടെ താല്പര്യം മനസ്സിലാക്കുന്നത്. ഈ യഹൂദ മൂപ്പന്മാർ പറയണം, അവൻ ക്വാളിറ്റി ഉള്ളവനാ. പക്ഷെ ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഈ യേശു വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ശതാധിപൻ ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഇത്രയും ക്വാളിറ്റി എനിക്കുണ്ടെങ്കിലും നിന്റെ മുമ്പിൽ നിൽപ്പാൻ ഞാൻ ഒരിക്കലും യോഗ്യതയുള്ളവനല്ല. അവിടെയാണ് ശതാധിപന്റെ മനോഭാവം നമ്മൾ പഠിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാന് വേണമെങ്കിൽ പറയാം, ഞാൻ യേശുവിനെ സ്നാനപ്പെടുത്തി, ഞാൻ ഇതെല്ലാം ചെയ്തു, അതുകൊണ്ട് ഞാൻ യോഗ്യനാണെന്ന് പറയാം.
പക്ഷെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും യോഗ്യനല്ല. യേശുവിനെ സ്നാനപ്പെടുത്തിയത് കൊണ്ടോ പരിചയപ്പെടുത്തിയത് കൊണ്ടോ ഞാൻ യോഗ്യനല്ല. യേശുവിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശതാധിപൻ പറയുന്നു, എനിക്ക് ക്വാളിറ്റി ഒത്തിരി ഉണ്ട്, ഞാൻ നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഞാനൊരു ശതാധിപനാണ്. പക്ഷേ യേശുവേ, നിന്റെ അടുക്കൽ വരുവാൻ, നീ എന്റെ വീട്ടിൽ വരുവാൻ യോഗ്യതയുള്ളവനായി എനിക്ക് തോന്നിയിട്ടില്ല. അടുത്ത വാക്യമാണ് ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറാൻ ഇന്ന് രാത്രി യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് സൂം മീറ്റിംഗിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും മാറാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്റെ വിഷയത്തിനകത്ത് ഒരു വാക്കൊന്ന് കൽപ്പിക്കണമേ, എന്റെ വിഷയത്തിനകത്ത് ഒരു വാക്കൊന്ന് കൽപ്പിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി സൂമിലുള്ള ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മീറ്റിംഗിനകത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി എന്റെ തലമുറയുടെ ഹല്ലേലൂയ ജീവിതം മാറാൻ, എന്റെ തലമുറയ്ക്ക് നന്മ വെളിപ്പെടുവാൻ, ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി ദൈവിക കരുതലുകൾ വെളിപ്പെടുവാൻ, ഞങ്ങളുടെ ഭാഷയ്ക്ക് വേണ്ടി ദൈവിക കരുതലുകൾ വെളിപ്പെടുവാൻ ഇന്ന് രാത്രി യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി. ശതാധിപൻ പറയാ, കർത്താവേ, നീ വീട്ടിൽ വന്നൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല, യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. രാജാവായ ദാവീദ് പോലും പറഞ്ഞു, കർത്താവേ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, കർത്താവ് എന്നെ വിചാരിക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്കറിയാം, അനേക പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ദാരുണമായ അന്ത്യം കുവൈറ്റെല്ലാം നമ്മൾ കേട്ടു. ഇന്ന് രാത്രി നമ്മൾ അവരെക്കാൾ വിശുദ്ധരോ വിശ്വസ്തന്മാരോ ഒന്നുമല്ലായിരുന്നു. ജീവിതത്തിൽ ഒരു ദിവസം കൂടെ ആയുസ് നീട്ടിത്തന്ന ദൈവസ്നേഹം ഓർത്ത് ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ആത്മീയമായി വളരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന അവസരങ്ങൾ വളരെ താല്പര്യമായി ഇന്ന് രാത്രി ഞാനും നിങ്ങളും വിനിയോഗിപ്പാനായിട്ടിടയായി തീരണം. ശതാധിപൻ പറയുന്നു, യേശുവേ, നീ എന്റെ പിരക്കകത്ത് വരുവാൻ ഒരിക്കലും യോഗ്യതയുള്ളവനായി ഞാൻ തോന്നിയിട്ടില്ല. പക്ഷേ മൂപ്പന്മാർ പറയുന്നു, ഒത്തിരി ക്വാളിറ്റി ഉള്ളവനാണ് ശതാധിപൻ. പക്ഷെ ശതാധിപൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ഒരൊറ്റ വാക്ക് മതി എന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ, എന്റെ ബാല്യക്കാരന്, എന്റെ ദാസന് സൗഖ്യം വരുവാൻ യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വസ്തുത ശതാധിപൻ കേട്ടത് ഏറ്റവും ശ്രേഷ്ഠമാണ്. യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി എന്ന ശതാധിപന്റെ ദാസന് സൗഖ്യം പ്രാപിക്കുക, അത് താൻ ആഴമായി വിശ്വസിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി വല വീശിയ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ആരാണെന്ന് 10 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിനകത്ത് യേശു ആരാണെന്ന് പത്രോസ് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ യേശുവിനെ സാധാരണ മനുഷ്യനായിട്ട് ആര് കാണത്തുള്ളൂ? പത്രോസ് കാണത്തുള്ളൂ. പത്രോസിനെ യേശു വിളിക്കുവാനായിട്ട് വരുമ്പോൾ, നടന്നു വരുമ്പോൾ, പത്രോസ് അവിടെ വചനത്തിൽ വായിക്കുന്നു, തലേ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രോസിനെ കാണുന്നത്. ഇന്ന് രാത്രി നമ്മളാണെങ്കിൽ ചിന്തിക്കണം, നമുക്ക് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ വലയ്ക്കകത്ത് ഒരുപാട് മറ്റ് സാധനങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കുക. നമ്മളാണെങ്കിൽ ഇത് അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് അടുത്ത ദിവസം വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് ഈ വലകൾ മുഴുവൻ ആ തെങ്ങിന്റെ വണയിലോ അല്ലെങ്കിൽ കരയ്ക്കോ ഇട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. നിരാശരായി നമ്മൾ വീട്ടിലേക്ക് പോകും. പക്ഷെ പത്രോസ് പോയില്ല. പത്രോസ് ഈ വല റെഡിയാക്കി വെക്കുകയാണ്. കാരണം പത്രോസിന്റെ അകത്തൊരു ചിന്ത, നാളെയെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഇന്ന് രാത്രി ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ വല പ്രയോഗിച്ചാൽ, ഈ വല ഉപയോഗിച്ച് നാളെ ചില നന്മകൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് വല താൻ നന്നാക്കാനിടയായിത്തീരുന്നത്. നാളെയെ കുറിച്ച് തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ സാഹചര്യം നോക്കി ഹല്ലേലൂയ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകരുത്. നാളെയെ കുറിച്ചുള്ള ദൈവത്തെങ്കിലുള്ള പ്രത്യാശയാണ് ഇന്ന് രാത്രി നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ലോകത്തിലുള്ള പ്രിയപ്പെട്ടവർ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ, ഏതെങ്കിലും വിഷയം വരുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യുകയോ മറ്റു നിലകളിൽ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ, ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട്. ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ വിടിവിപ്പാൻ ശക്തനായ ദൈവമാണെന്നുള്ള ആ പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളത് കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, ഓരോ വിഷയങ്ങളുടെ മുഖത്തും അഭിമുഖീകരിച്ച് നിൽക്കുവാനുള്ള കാരണം യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയാ. ഇവിടെ അവന് നാളെയെ കുറിച്ച് പ്രതീക്ഷയോടെ കഴിയുമ്പോൾ യേശുവിനെ അവൻ പരിചയപ്പെട്ടിട്ടില്ല.
യേശു അടുത്തു വന്ന് ഇത് കണ്ടിട്ട് യേശുവിന് മനസ്സിലായി, ഇവനെ വിളിച്ചാൽ അവൻ പ്രയോജനപ്പെടുന്നവനാ. ഇന്ന് രാത്രി ദൈവം നമ്മളെ വിളിച്ചാൽ പ്രയോജനപ്പെടുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടാകണം. ഇന്ന് രാത്രി ദൈവം നമ്മളെ ചിലത് ഏൽപ്പിച്ചാൽ നമ്മളത് പറയുമെന്നുള്ള ഉറപ്പുള്ളവരെയാ ഇന്ന് രാത്രി ദൈവം ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, പത്രോസിനോട് പടക് ചോദിച്ചു അല്പസമയത്തേക്ക്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി പത്രോസ് പടക് കൊടുത്തു. അതിനകത്ത് 10 മിനിറ്റ് കരയിൽ നിന്ന് കടലിലേക്ക് മാറ്റി, സൈഡിലേക്ക് മാറ്റി 10 മിനിറ്റ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് യേശു ആരാണെന്ന് പത്രോസിന് മനസ്സിലാക്കി. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരോടെല്ലാം പ്രസംഗിച്ചാലും ആരോടെല്ലാം വചനം പറഞ്ഞാലും എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല, എല്ലാവരുടെ ഹൃദയവും തുറക്കണമെന്നില്ല. വചനത്തിൽ വായിക്കുന്നു, ഫിലിപ്പ്യ സഭയുണ്ടാകുവാൻ കാരണം പൗലോസ് പുഴവക്കത്ത് പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും ഹൃദയം തുറന്നില്ല. വചനത്തിന്റെ മുമ്പിൽ ഹൃദയം തുറന്നത് ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഹൃദയമാ. യേശുവിന് മനസ്സിലായി, ഇവളുടെ ഹൃദയം തുറന്നാൽ, ഇവൾ രക്ഷിക്കപ്പെട്ടാൽ, ഇവൾ സ്നാനപ്പെട്ടാൽ, ഇവൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ നാളെ ഇവൾ പ്രയോജനപ്പെടുന്നവളാ എന്ന് മനസ്സിലാക്കി അവളുടെ ഹൃദയം തുറക്കപ്പെടുകയാണ്. തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ വചനത്തിൽ വായിക്കുന്നു, ഫിലിപ്പ്യ സഭയുണ്ടാകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ലുദിയയായിരുന്നു. അവളുടെ ഭവനം തുറന്നു കൊടുത്തു, അവളുടെ സമ്പത്തുകൾ ചെലവാക്കി, സാഹചര്യങ്ങൾ അവൾ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. ഇന്ന് രാത്രി ദൈവം നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ, ഇന്ന് രാത്രി ഓർത്തോണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള ചില മേഖലകൾ നമ്മൾ അറിഞ്ഞില്ലേലും ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. പിന്നെ നമുക്കറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രക്ഷയിലേക്ക് വരുന്നു. അതേ, ഹല്ലേലൂയ. ഒരു സഹോദരി വിശ്വാസത്തിലേക്ക് വരുന്നു. ഒരുപാട് പേർ വിശ്വാസത്തിലേക്ക് വന്ന് ഫിലിപ്പ്യ സഭയുടെ രൂപീകരണം ഉണ്ടാകുവാൻ കാരണം ഒരു കുടുംബത്തിൽ ആരംഭിച്ച ഒരു ഒറ്റ വ്യക്തിയെ കൊണ്ട് ആരംഭിച്ച ദൈവസഭയുടെ മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഒരുപാട് പേര് വേണ്ട. ഒരാളിൽ കൊണ്ട് തുടങ്ങിയാൽ അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം. ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിത്തരുവാൻ സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി ഞാനും നിങ്ങളും പരിചയപ്പെടുന്നത്. പിന്നത്തേത് വചനം പറയുന്നു, ഫിലിപ്പ്യ സഭ താൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നെ സഹായിപ്പാനിടയായി തീർന്നു. എപ്പഫ്രാത്താസിന്റെ കയ്യിൽ നന്മ കൊടുത്തു വിടാനിടയായി തീർന്നു. പിന്നത്തേതിൽ ആ സഭ തന്നെ കുറിച്ച് വിചാരിപ്പാൻ തുടങ്ങി. തന്നെ ആ സഭ മറന്നുപോയില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മളെ ഹല്ലേലൂയ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവരെ, നമുക്ക് വചനം പറയുന്നവരെ, കർത്താവിനെ ഒന്നും ഒരു കാലഘട്ടങ്ങളിലും ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകാനിടയാകരുത്. എന്നിട്ട് പൗലോസ് ഫിലിപ്പ്യ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ക്ലേശം വരുത്താൻ നോക്കിയവരുണ്ട്, എന്നെ കുറിച്ച് അപവാദം പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ ഇന്നും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നത്, എനിക്കൊരു പ്രശ്നവും ഇല്ല. അതിന് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അതിനെ അവസാനത്തോളം തികയ്ക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അത് മാത്രമല്ല, പൗലോസ് ആ ഫിലിപ്പ്യസോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വെളിയിൽ വരും, ഞാൻ നിങ്ങളെ കാണും. ഇന്ന് രാത്രി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ തന്റെ ഇടത്തോടെ പറയണം, യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി, ഞാൻ വെളിയിൽ വരും. യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വെളിയിൽ വരും. 10 മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് പത്രോസ് യേശു ആരാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് യേശുവിനോട് പറഞ്ഞ, കർത്താവേ നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം, വലയിറക്കാം. ഇന്ന് രാത്രി യേശു, നമ്മൾ 25-50 വർഷമായിട്ട് യേശുവിനെ ശരിക്കറിയാത്തവരുണ്ട്. നമ്മുടെ വിശ്വാസം ഇന്ന് രാത്രി യേശുവെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, യേശുക്രിസ്തു 3 ശിഷ്യന്മാരുമായി മലയിൽ കയറിപ്പോയി. തിരിച്ചിറങ്ങി വരുമ്പോൾ യേശു കാണുന്ന കാഴ്ച, ഒരു ചന്ദ്രരോഗിയായ മനുഷ്യനെയും കൊണ്ട്, ഒരു പിതാവ് മകനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. താഴ്വരയിൽ 9 ശിഷ്യന്മാരുണ്ട്. 9 പേരും പ്രാർത്ഥിച്ചിട്ട് വിടുതൽ നടന്നില്ല. 9 പേരും ഭൂതത്തെ ശാസിച്ചു, വിടുതൽ നടന്നില്ല. ഏറ്റവും ഒടുവിൽ യേശുവിന്റെ അടുക്കൽ ഈ പിതാവ് കൊണ്ടുവന്നു. യേശു സൗഖ്യമാക്കി. ഒടുവിൽ ഈ 9 ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഈ ഭൂതം പോയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു അവരെ വിളിച്ചൊരു വിളിയുണ്ട്, അല്പവിശ്വാസിയെ, നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നെങ്കിലും, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന വിശ്വാസമാകത്തില്ല. നിങ്ങൾക്ക് അല്പവിശ്വാസമേ ഉള്ളൂ. അല്പവിശ്വാസം കൊണ്ടുപോയാൽ കാര്യം നടക്കത്തില്ല. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നവരെയാ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് യേശുവിനെ മനസ്സിലാക്കിയ പത്രോസ് പറയുകയാണ്, കർത്താവ് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. കഴിഞ്ഞ രാത്രി ഇവിടെ മുഴുവൻ അധ്വാനിച്ചത് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല, പക്ഷെ നിന്റെ വാക്കിൽ ചില ദൈവപ്രവർത്തി
വെളിപ്പെടുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. വലയിറക്കി വലത്തു ഭാഗത്ത് ഇറക്കാൻ പറഞ്ഞു. നീ വല നിറഞ്ഞു കവിയുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം കൊണ്ടുവന്നതിന് ശേഷമാണ് പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും, നീ എന്റെ പിന്നാലെ വരിക. സകലതും വിട്ട് പത്രോസ് യേശുവിന്റെ പിന്നാലെ പോവുക. യേശുവിന്റെ ഒരൊറ്റ വാക്ക് തന്റെ ജീവിതത്തിന്റെ ശൂന്യത മാറിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആത്മീയ ശൂന്യത മാറാൻ, ഭൗതികത്തിന്റെ ശൂന്യത മാറാൻ, ഏതൊക്കെ തലങ്ങളിൽ ഇന്ന് രാത്രി നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നു, അതെല്ലാം മാറാൻ ഇന്നു രാത്രി യേശുവിന് കഴിയും. അതുകൊണ്ട് എബ്രായ ലേഖനം പറഞ്ഞു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ള ദൈവമാണ്. എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ പ്രാപ്തിയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം കഴിവുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാപ്തിയുള്ള ദൈവമാണ്. രണ്ട് കുരുടന്മാരോട് യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ഞാൻ ചെയ്തു തരുവാൻ എനിക്ക് പ്രാപ്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവര് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്ന കർത്താവ് പ്രാപ്തിയുള്ള കർത്താവ്, നമ്മൾ സേവിക്കുന്ന കർത്താവ് കഴിവുള്ള കർത്താവ്. നമ്മുടെ കർത്താവ് ആരാണെന്ന് ഇന്നു രാത്രി നമ്മൾ തിരിച്ചറിയാനിടയായെങ്കിൽ ഇന്നു രാത്രി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകല ശൂന്യതകളും മാറാൻ ഇന്നു രാത്രി നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പത്രോസ് യേശുവിന്റെ വാക്കിൽ വലയിറക്കിയത് കൊണ്ട് ഒരിക്കലും അവിടെ നിന്നെ അനുഭവിക്കാൻ വന്നില്ല. ഇന്ന് രാത്രി യേശുവിന്റെ വാക്കിൽ വലയിറക്കിയാൽ ഒരു സ്ഥലത്ത് നിന്നെ അനുഭവിക്കാൻ വരത്തില്ല. നമ്മൾ യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചാൽ ഇന്ന് രാത്രി ഒരു സ്ഥലത്തും നമ്മൾ പരാജയപ്പെടത്തില്ല. അവിടെ പറയുന്നു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഈ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് വരുമ്പോൾ മറിയ യേശുവിനോ അവിടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെയുള്ള വ്യക്തികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. എനിക്ക് യാതൊരു സ്ഥാനവുമില്ല, ഞാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അവിടെ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, യേശു ഇന്ന് വരെ അത്ഭുതം ചെയ്തിട്ടില്ല. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയതാണ് യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം. ഇന്ന് വരെ ഏതെങ്കിലും അത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം. പക്ഷെ ഇവിടെ മറിയയ്ക്ക് മനസ്സിലായി. മറിയയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നവൾ ആത്മീയ ദർശനമുള്ളവളാ. അവൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു, എന്റെ മകനായിരിക്കുന്ന ഞാൻ എന്നിലൂടെ ജനിച്ച യേശു മനുഷ്യനാണെങ്കിലും അവൻ ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് അവളുടെ അകത്ത് വന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവീക വെളിപ്പാട് അവളുടെ അകത്ത് വന്നു. ചിലർ യേശുവിനെ ദൈവമല്ലെന്ന് പറയുന്നവരുണ്ട്. ദൈവത്തെ മാത്രം യഹോവ സാക്ഷി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ യോഹന്നാൻ 3 പറയുന്നത്, യേശുവിനെയും കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവനെ കൈക്കൊള്ളു പോലും ചെയ്യരുതെന്ന. യേശു ദൈവമാണ്, യേശു ദൈവത്തിന്റെ പുത്രനാണ്. മറിയയ്ക്ക് മനസ്സിലായി, മാനുഷികമായി ജനനം ലഭിച്ചെങ്കിലും യേശു ദൈവത്തിന്റെ പുത്രനാണ്. യേശുവിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കും, യേശുവിലൂടെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുമെന്ന് അവൾ ആഴമായി വിശ്വസിച്ചിട്ട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ. ഈ മറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീക സ്വഭാവത്തിന്റെ ഉടമസ്ഥയായിരുന്നു അവൾ. അതാ കല്യാണ വീട്ടിൽ തന്നെ നമുക്കറിയാം. കാരണം കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു എന്ന വിവരം ആദ്യം അറിയുന്നത് ഈ മറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല. ആദ്യം അറിഞ്ഞത് മറിയ അറിയാൻ കാരണം അവൾ കലവറയോട് ചേർന്ന് നിന്നത് കൊണ്ടാണ് അറിഞ്ഞേ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കല്യാണത്തിന് കലവറയുണ്ട്. 2-3 ദിവസത്തിന് മുമ്പ് എല്ലാ സാധനങ്ങളും അതിനകത്ത് സ്റ്റോക്ക് ചെയ്യും, മീൻകറി, ബീഫ്, എല്ലാ സാധനങ്ങളും. ഇതിന് ഉത്തരവാദിത്തമായിട്ട് ഒരാളുണ്ട്. എല്ലാരെയും അത് ഏൽപ്പിക്കത്തില്ല, ഏറ്റവും അടുത്ത ഒരാളെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലവറയോട് ചേർന്ന് നിൽക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ അവിടെ സാധനം തീരുന്നത് അറിയാൻ പറ്റൂ. ഇവിടെ മറിയയെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ക്ഷണിച്ചവർ പോയെങ്കിലും അവൾ ചേർന്ന് നിൽക്കുന്നത് കലവറയോട് ചേർന്ന. അതുകൊണ്ട് അവിടെ സാധനം തീർന്നു എന്ന വിവരം അറിഞ്ഞത്. അതിനകത്തൊരു ദൂതുണ്ട്, ദൈവസഭയോടും ദൈവദാസന്മാരോടും ചേർന്ന് നിൽക്കുന്നവർക്കേ അറിയത്തുള്ളൂ സഭയിൽ എന്തെങ്കിലും ശൂന്യതയുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചേർന്ന് നിൽക്കുന്നവരെ അറിയത്തുള്ളൂ. ഈ വന്നുപോയി നിൽക്കുന്നവർക്ക് അറിയത്തില്ല. വരും, ആരാധനയ്ക്ക് വരും, അവര് പോവും, അവർക്ക് ബാക്കി യാതൊരു പ്രശ്നങ്ങളും ഇല്ല, യാതൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ കലവറയോട് ചേർന്ന് നിൽക്കുന്ന, ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അറിയൂ അവിടെ എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി മറിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, ഇവിടെ വീഞ്ഞു തീർന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ അവൾ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് കല്യാണ വീട്ടിൽ വീഞ്ഞില്ല. അവിടെയാണ് ആ മറിയുടെ സ്വഭാവം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കത്തില്ല, നമ്മൾ അങ്ങനെ പോകും, നമ്മൾ അപമാനിക്കും. ഇനി പോകുന്ന വഴിയിൽ ആരെങ്കിലും ഈ വീട്ടിലേക്ക് വരുന്നെങ്കിൽ അവരെയും നമ്മൾ പറഞ്ഞു വിടും. ഈ വീട്ടുകാരെ എന്ത് മാക്സിമം ചെയ്യാമോ അത് നമ്മൾ ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം,
ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ വീണു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രി വീണവരെ നോക്കാനല്ല ദൈവം നമ്പുരാൻ നമ്മളെ വിളിച്ചത്. വീണവർ പോകാൻ ശ്രമിക്കുമ്പോൾ പറഞ്ഞത്, ഓടി ജയിച്ച അനേക പരം പറഞ്ഞത്, ആകയാൽ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ ദീർഘങ്ങളായി മാറണം. ജോഡി ജയിച്ചവർ നമ്മുടെ മുമ്പിലുണ്ട്. പരതത്തിൽ ഓടി വിജയിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. അതിന് ഏറ്റവും ഉത്തമമായ യേശു കഴിഞ്ഞാൽ ജീവിച്ച വ്യക്തി പൗലോസാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുമ്പോഴാകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. എന്നാൽ അവൾ പ്രാപിച്ച ദൈവകൃപ ശ്രേഷ്ഠമുള്ളത് കൊണ്ട് അതവിടെ പരിഹരിക്കാൻ കഴിയുന്ന യേശുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്. കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീ എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ ഇവിടെ അകത്തൊരു വെളിപ്പാടുണ്ട്. യേശുവിനെടുത്ത വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വെളിപ്പാടുകളുടെ അകത്തുള്ളത് കൊണ്ട് അവൾ യേശു അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ഇന്നു രാത്രി നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇന്നു രാത്രി യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ. യേശു ചെയ്ത എന്താണെന്നറിയാമോ? ഒരിക്കലും ആരാലും മാനിക്കപ്പെടാത്ത പുറംപറമ്പിൽ കിടന്ന ഹല്ലേലൂയ ആ പാത്രത്തെയാണ് വെള്ളം കോരുവാനായിട്ട് ഉപയോഗിച്ചത്. ഇന്ന് രാത്രി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്ന പുറംപറമ്പിൽ കിടന്ന നമ്മളെ, അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, പുറംപറമ്പിൽ കിടന്ന നമ്മളെ പർദീസ വാസം നൽകി. ആരും അറിയപ്പെടാതെ കിടന്ന പുറംപറമ്പിൽ കിടന്ന, യേശുവുമായി ബന്ധമില്ലാതെ കിടന്നാൽ ഇന്ന് രാത്രി എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. പുറംപറമ്പിൽ ആരും അറിയപ്പെടാതെ കിടന്ന ഈ സമാധാനം എന്തെന്നോ, ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്തെന്നോ അറിയാതെ കിടന്ന നമ്മളെ കാലാകാലഘട്ടങ്ങളിൽ ദൈവദാസന്മാർ വചനം സംസാരിച്ചപ്പോൾ, ദൈവദാസന്മാർ സുവിശേഷം പറഞ്ഞപ്പോൾ, ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ച കർത്താവിന്റെ അരികിലേക്ക് വന്ന് ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എത്രയോ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്, കർത്താവേ ഇന്ന് പകൽ ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയാനുള്ള അവസരം ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, പുറംപറമ്പിൽ കിടന്ന ആരാലും മാനിക്കപ്പെടാത്ത ആ പാത്രത്തിനകത്ത് വെള്ളം നിറച്ചു. വചനം പറയുന്നു, ആ പാത്രത്തെ കർത്താവ് ഹല്ലേലൂയ കലവറയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലകളിൽ വെളിയിൽ കിടന്ന പാത്രങ്ങൾ അകത്ത് വരികയും അകത്ത് കിടന്ന പാത്രങ്ങൾ പുറത്തു പോവുകയും ചെയ്യുമ്പോൾ ഇന്ന് രാത്രി അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്പുരാൻ നമ്മളെ ഉയർത്തിയ ആ ഉയർച്ചകൾ കാണുമ്പോൾ, ഇന്ന് രാത്രി പുറകോട്ടിറങ്ങി ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുന്ന നന്മ, അനുഭവിക്കുന്ന ആത്മീക സന്തോഷം എത്രയോ ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും അത് മാറത്തില്ല. ഹല്ലേലൂയ. അവർ പറഞ്ഞതുപോലെ അനുസരിച്ച് വിരുന്നുവാഴിക്ക് രുചിച്ചു നോക്കി കൊണ്ടുകൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായത്. ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇത്രയും ശ്രേഷ്ഠമായത് എവിടെ ഇരുന്നു? ഇന്ന് രാത്രി ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ ഏറ്റവും ശ്രേഷ്ഠം. ഇനി കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ സമയം നമുക്ക് ഒരിക്കലും അറിയത്തില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സമയം നമുക്കറിയത്തില്ലെങ്കിലും പച്ചവെള്ളം വീഞ്ഞാകും. ദൈവപ്രവൃത്തി ജീവിതത്തിൽ നടക്കും. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ താമസിച്ചാലും ഇന്ന് രാത്രി നിരാശപ്പെടരുത്. താമസിച്ച് കിട്ടുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനാ മറുപടിക്ക് താമസം നേരിട്ടു എന്ന് തോന്നിയാൽ ഇന്ന് രാത്രി നിങ്ങൾ ഇടറിപ്പോകാനിടയാകരുത്. ഉറപ്പോടെ നിൽക്ക്. ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ജീവിതത്തിൽ നൽകിത്തരും. അവിടെ യേശുക്രിസ്തുവിന്റെ വാക്കിനെ അനുസരിച്ച് ചെയ്തവർ വചനത്തിൽ വായിക്കുന്നു, അവർ വിളമ്പിയതിനേക്കാൾ ശ്രേഷ്ഠമായത്. ഇന്ന് രാത്രി യേശു എന്തെങ്കിലും ചെയ്താൽ, യേശു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ അതൊരിക്കലും സാധാരണപ്പെട്ടതല്ല. ഏറ്റവും ശ്രേഷ്ഠമായത് മാത്രമേ ഇന്ന് രാത്രി യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തുള്ളൂ. അടുത്തത് യോഹന്നാൻ സുവിശേഷം വായിക്കേണ്ട 6-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവിനോട് കൂടെ ആയിരുന്ന മീറ്റിംഗ് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകാൻ നേരം യേശുക്രിസ്തുവിന് ആഗ്രഹം അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്. ഉടനെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പുരുഷാരത്തെ ഇരുത്താൻ പറഞ്ഞു. വചനം പറയുന്നു, 5000 പുരുഷന്മാർ ഇരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഈ 5 അപ്പവും 2 മീനും ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ഈ 5000 പുരുഷന്മാരെ ഇരുത്താൻ കാരണം യേശുവിലുള്ള വിശ്വാസമാണ്. ഇനി ഇത്രയും പേരെ ഇരുത്തിയിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ശിഷ്യന്മാരാണ്. അപ്പൊ നമ്മള് ശിഷ്യന്മാർ ഇവരെ ഇരുത്തുമ്പോൾ ഈ 5 അപ്പവും 2 മീനും ഒരിക്കലും വാഴ്ത്തിയിട്ടല്ല ഇരുത്തുന്നത്. ഒരിക്കലും വാഴ്ത്തിയിട്ടില്ല. വാഴ്ത്തിയിട്ടാണെങ്കിൽ ഇരിക്കാൻ സുഖമാ, പക്ഷെ ഒരിക്കലും വാഴ്ത്തിയിട്ടില്ല. വാഴ്ത്തുന്നതിന് മുമ്പാണ് ഇരുത്തുന്നത്. ശിഷ്യന്മാർക്ക് യേശുവിൽ വിശ്വാസമുണ്ട്. യേശു ഇരുത്താൻ പറഞ്ഞാൽ, യേശുവിന്റെ വാക്കിന് ഞങ്ങൾ പ്രാധാന്യം കൊടുത്താൽ
അങ്ങനെ തന്നെ സംഭവിക്കും എന്ന ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യേശു എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന് രാത്രി അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റൂ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളിൽ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റൂ. യേശുവിനെ അവിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും മുൻപോട്ടുള്ള സാഹചര്യങ്ങളിൽ സ്റ്റെപ്പ് പറ്റത്തില്ല. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, യേശുവിനെ ആഴമായി വിശ്വസിവിലും സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇയ്യോബ് ജീവിതത്തിൽ അത്രയും പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, തനിക്ക് രാത്രി ഉറക്കമില്ല, കിടന്ന് ഉരുളുകയാണെന്നാ പറയുന്നത്. ഇയ്യോബിന്റെ നാവിൽ പറയുന്നത് അത്രയ്ക്ക് രോഗം കഠിനം, കിടന്ന് ഉരുളുകയാണ്. അപ്പോഴും 23-ാം വാക്യത്തിൽ വരുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചത്, ദൈവം എന്നെ ആദരിക്കത്തില്ല. വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുന്നവർക്ക് അത് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം, വലിയ വേദന വന്നാൽ പെട്ടെന്ന് നേരം എടുക്കത്തില്ല. അത്രയ്ക്ക് താൻ അതേ ഹല്ലേലൂയ പ്രശ്നത്തിലൂടെ പോകുകയാണ്. അത്രയ്ക്ക് പ്രശ്നത്തിലൂടെ പോകുമ്പോഴും ദൈവത്തിങ്കലുള്ള വിശ്വാസം ഒരിക്കലും താൻ കൈവിടാൻ തയ്യാറല്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, ഏത് സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിങ്കലുള്ള പ്രത്യാശ നമ്മൾ ഒരിക്കലും കൈവിടരുത്. എങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പ്രതികൂല സാഹചര്യങ്ങളിൽ മുൻപോട്ട് യേശു പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് വെക്കണം. അത് യേശുവിലുള്ള വിശ്വാസം വലുതായിരിക്കണം. ഇവർ ഇരുത്തി കഴിയുമ്പോ ഇരുത്തിയവരും ചോദിക്കും എന്തേ? പക്ഷെ ഇരുത്തിയവർക്കും അറിയാം, ഇരുന്നവർക്കും അറിയാം, കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് യേശു പ്രസംഗിച്ച ദൈവോധന ശക്തിയുടെ ആഴമെന്ന് പറയുന്നത് ഈ 5 അപ്പത്തെയും 2 മീനിനെയും വാഴ്ത്തി തരുവാൻ ശക്തനായ ഒരു യേശുവ ഞങ്ങൾ പരിചയപ്പെട്ടെന്നുള്ള ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് അവർ ആ സാഹചര്യത്തിന് നടുവിൽ ഇരിക്കുകയാ. ഇന്ന് രാത്രി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ഇന്ന് രാത്രിയിലെ അകത്ത ഉറപ്പ്, എന്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല, എന്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല. എന്റെ യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി എന്റെ ജീവിതത്തിലെ പ്രശ്നം മാറാൻ. എന്റെ യേശു ആരാണെന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നമ്മൾ തിരിച്ചറിയാനിടയായി തീരണം. മോശയോട് യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മോശയെ, എന്റെ കൈ ഇന്നും കുറുതായി പോയിട്ടില്ല. ദൈവം മോശയോട് പറഞ്ഞു, മോശയെ, ഞാൻ ഈ ജനത്തിന് ആഹാരം കൊടുക്കാൻ പോകുകയാ, ഈ ജനത്തിന് ഇറച്ചി കൊടുക്കാൻ പോകുകയാ, ഈ ജനത്തിന് ഇറച്ചി കൊടുക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ, എത്ര കാളയെ കണ്ടിച്ചാൽ, എത്ര പശുവിനെ കണ്ടിച്ചാൽ ഇവർക്ക് ഇറച്ചി കൊടുക്കാൻ പറ്റും? കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, മോശയെ, നീ കൊടുക്കുന്നത് കാണാൻ പോകുകയാ, എന്റെ കൈ ഇന്നും കുറുതായി പോയിട്ടില്ല. ഇന്നലകളിൽ ഒത്തിരി അത്ഭുതം മോശം കണ്ടതാ, ഇന്നലകളിൽ ഒത്തിരി ദൈവപ്രവൃത്തി കണ്ടതാ. പക്ഷെ നിസാര വിഷയത്തിനകത്ത് ദൈവത്തെ അവൻ സംശയിക്കുക. ഈ സൂമിൽ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മളെല്ലാം ഇന്നലകളിൽ ഒത്തിരി അത്ഭുതം ദൈവത്തിൽ നിന്ന് കണ്ടവരാ, ഒത്തിരി ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചവരാ. പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ വാടിപ്പോകും. ഹന്നയെ കുറിച്ച് വചനത്തിൽ വായിക്കുന്നു, പിന്നീട് അവളുടെ മുഖം വാടിയിട്ടില്ല. ആലയത്തിൽ ഏലി പറഞ്ഞ ദൈവത്തിന്റെ ദൂത് അവൾ അനുസരിച്ചവൾ പോയി, വീട്ടിലേക്ക് പോയി. വചനം പറയുന്നു, അവൾ പിന്നീട് അവളുടെ മുഖം വാടിയിട്ടില്ല. അടുത്ത വർഷം ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത് വരെ അവളുടെ മുഖം വാടാതിരിക്കാൻ കാരണം ദൈവത്തെങ്കിലുള്ള ആഴമായ വിശ്വാസം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഈ സൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കേട്ട വചനത്തിന്റെ മുൻപിൽ നമ്മൾ ഒരിക്കലും മുഖം വാടിപ്പോകരുത്. കേട്ട വചനത്തിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ, ഉറപ്പോടെ, എന്റെ യേശുവിന്റെ ഒരൊറ്റ വാക്ക് മതി എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ. ഇന്ന് രാത്രി സൂമിലിരുന്ന് വിശ്വസിച്ചിട്ട് അടുത്ത നിമിഷം ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഇന്ന് രാത്രി നിങ്ങൾ വാടിപ്പോകരുത്. നിങ്ങൾ വിശ്വസിക്കണം, എന്റെ യേശുവിന്റെ ഒറ്റ വാക്ക് മതി എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യേശുവിൽ 24 മണിക്കൂർ അവർ വിശ്വസിച്ചു. ഞങ്ങളുടെ യേശു ആരാണ്, ഈ വചനം പ്രസംഗിച്ച യേശു ആരാണെന്ന് അവർ നന്നായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രി ദൈവമക്കളെ, യേശുവിനെ ഇന്ന് രാത്രി നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ശിഷ്യന്മാര് പോലും പലപ്പോഴും പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. യോഹന്നാൻ 21 വരുമ്പോൾ പിന്മാറിപ്പോകുന്ന പത്രോസിനോടും എല്ലാ ശൂന്യതയും കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വലത്തുഭാഗത്ത് വലയിറക്കുവീൻ. ഇപ്പോൾ പിടിച്ച വല്ലതുകൊണ്ട് അവർ പറഞ്ഞു, ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലയിറക്ക്. അവിടെ അവർ വലയിറക്കാൻ തയ്യാറായി. പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെടുകയാ. ഹല്ലേലൂയ. അവിടെ പത്രോസിനെ ഇത്രയും നന്മകളും അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് പത്രോസിനെ ആദിമ സ്നേഹത്തിലേക്ക് താൻ മടക്കിക്കൊണ്ടുവരികയാണ്. പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരിൽ അധികമായി നിനക്കെന്നെ സ്നേഹിപ്പാൻ കഴിയുമോ? നിന്റെ സ്നേഹം എന്റെ സ്നേഹത്തിൽ നിന്ന് നീ നഷ്ടപ്പെട്ടു പോയി.
ഞാൻ കല്ലറയിലേക്ക് ഒതുങ്ങിയപ്പോൾ നീ വിശ്വസിച്ചു ഞാൻ ഒരിക്കലും ഉയർക്കത്തില്ലെന്ന്, ഞാൻ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് വിശ്വസിച്ച് നീ പിന്മാറ്റിയ അനുഭവത്തിലേക്ക് പോയി. അവിടെ തിരക്കി ചെന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പത്രോസേ, നിനക്ക് ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ഈ പടകിനേക്കാൾ, വലയേക്കാൾ, നിന്റെ സാഹചര്യങ്ങളെക്കാൾ നീ അറിഞ്ഞ സത്യമുണ്ടല്ലോ, ആ സത്യത്തിലേക്ക് നിനക്ക് മടങ്ങി വരാൻ തയ്യാറുണ്ടാകുമോ? 3 പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിൽ അവൻ 3ാമത് പറയുന്നു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇന്ന് രാത്രി ദൈവം നമ്മളിലേക്ക് ചോദിക്കുകയാണ്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, ആദിമ തീരുമാനത്തിലേക്ക് മടങ്ങി വരുവാൻ, ഇറങ്ങിത്തിരിച്ച നാളിലുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി നമുക്ക് മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കാം. അതുകൊണ്ട് ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ വാക്ക് ഈ ശതാധിപന്റെ ജീവിതത്തിൽ, ദാസന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം വെളിപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്രയും വിശ്വാസം ഇസ്രായേലിൽ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇതുപോലെ വിശ്വാസം, വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാലേ വിടുതൽ നടക്കൂ എന്ന് പറയുന്ന വിശ്വാസം. ഹല്ലേലൂയ. ഇദ്ദേഹം ഒരു ശതാധിപനാണ്. യേശുവിന്റെ വസ്തുതയുടെ മുമ്പിൽ യേശുവിനെ അവൻ ആഴമായി വിശ്വസിച്ചു. നേരത്തെ ഒരു ദൈവപ്രവൃത്തി നാം നേരിട്ട് കണ്ടിട്ടില്ല. യേശുവിനെ കുറിച്ചുള്ള വസ്തുത മാത്രമേ കേട്ടിട്ടുള്ളൂ. യേശു വിടിവിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട വസ്തുത, പക്ഷെ ജീവിതത്തിലേക്ക് അത് നമ്മൾ കൊണ്ടുവരുവാനിടയാകണം. ഈ ശതാധിപൻ അത് കൊണ്ടുവന്നു. ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നിന്റെ ഒരു വാക്ക്. എന്നെക്കുറിച്ച് യഹൂദ മൂപ്പന്മാർക്ക് ഒരുപാട് യോഗ്യതകൾ പറയാൻ കാരണം, പക്ഷേ ഞാൻ അതിനകത്തൊന്നും പുകഴ്ച എടുക്കുന്നവനല്ല. കർത്താവേ, യേശുവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ ആരുമല്ല. ഹല്ലേലൂയ. വചനത്തിൽ വായിക്കുന്നു, ഈ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ ചെന്നപ്പോൾ, അതാ നമ്മൾ വായിച്ച കുറിവാക്യം, ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ ചെന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. അവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇന്നലെ പറഞ്ഞ ടൈം, ആ ടൈമിൽ തന്നെ ദാസൻ സൗഖ്യമായി. ഇത്രയും റിസ്ക് എടുക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ശതാധിപൻ ഇത്രയും റിസ്ക് എടുക്കാൻ കാരണം, അവൻ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവനാ. ഒത്തിരി ദാസന്മാർ തന്റെ വീട്ടിലുണ്ട്, പക്ഷെ ഈ ദാസനോട് തനിക്ക് പ്രിയമുണ്ട്. നമുക്ക് ഒരാളോട് പ്രിയമുണ്ടെങ്കിൽ, നമുക്ക് ഒരാൾ പ്രിയനാണെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ സെക്കൻഡിൽ നമ്മൾ ചെല്ലും. പക്ഷെ പ്രിയരല്ലാത്തവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പതുക്കെ ചെല്ലുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചാൽ നമ്മുടെ പ്രിയൻ, നമ്മൾ സ്നേഹിക്കുന്നവരാരെങ്കിലും മരിച്ചാൽ, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ അവിടെ ചെല്ലും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവര് നമുക്ക് പ്രിയരാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് ഞാനും നിങ്ങളും പ്രിയനാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നമ്മളെ കുറിച്ച് ആ കരുതൽ, ആ സ്നേഹം എത്ര വലുതായിരിക്കും. ദാനിയേൽ മുട്ടുമടക്കിയ പ്രാരംഭ ദിവസം തന്നെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയനാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയന്മാരായി നിൽക്കുമ്പോൾ അത് അവസാനം വരെ സൂക്ഷിക്കാം. അവസാന മിനിറ്റ് വരെ ദൈവിക ബന്ധം സൂക്ഷിക്കാം. ലോകത്തിന്റെ ബന്ധങ്ങളെല്ലാം നമുക്ക് പറയാൻ കുറച്ചു കഴിയുമ്പോൾ ഉടഞ്ഞു പോകുന്നതാണ്. പക്ഷെ ദൈവിക ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉടഞ്ഞു പോകരുത്, അവസാന നിമിഷം വരെ. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതായി. എല്ലാവരും നോക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന്റെ അവസാനമാണ്, ആദ്യത്തെ അല്ല നോക്കുന്നത്. അവർ അവസാന സമയങ്ങളാണ് നോക്കുന്നത്, അവസാനം ദൈവമായിട്ടുള്ള അവരുടെ ബന്ധമാണ് നോക്കുന്നത്. ഇന്ന് രാത്രി മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ യേശുവിന്റെ വരവ് വരെ, ഇത് രണ്ടും ജീവിതത്തിൽ സംഭവിച്ചേ പറ്റൂ. അതുവരെയും കർത്താവിന് പ്രിയന്മാരായി നിൽപ്പാൻ, ശതാധിപന് പ്രിയനായവനെ വിടിവിപ്പാൻ ഇത്രയും റിസ്ക് എടുത്ത് ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ് യഹൂദ മൂപ്പന്മാരെയൊക്കെ പറഞ്ഞയച്ച ആ നിലകളിൽ ആ പ്രിയന് വേണ്ടി ഉത്തരവാദിത്തോടെ നിന്നെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ കർത്താവിന് പ്രിയരായി ഈ ലോകത്തിൽ ജീവിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ സമയം അനുവദിച്ചെന്ന ദൈവദാസനും സഭയോടുമുള്ള എന്നെ നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കും.